അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ബോഡി അയച്ചു. ഇനി നമ്മുടെ ഓരോ പാർട്ടുകളാണ്. ഇനി നമ്മുടെ കൈ നേരെ നിങ്ങൾ ജസ്റ്റ് കൈ നിവർത്തി ഒന്ന് പിടിക്കുക. പറ്റുന്ന രീതിയിൽ നേരെ സ്ക്രൂ ആയിട്ട് പൊക്കുക. 1 2 ബോഡിക്കൊട്ടും വില കൊടുക്കണ്ട, അല്ലാതെ നിങ്ങൾ ചെയ്താൽ മതിയാവും ഇത്. നെക്സ്റ്റ് നമ്മൾ കൈ നേരെ ഇങ്ങനെ പിടിക്കും, പൊക്കുക. 1 2 3 4 5 6 ഇങ്ങനെ നേരെ പിടിച്ചിട്ട് 1 2 3 4. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ചേഞ്ച് ചെയ്യാം. 1 2 3 4 5. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോന്നിനോട് അനുബന്ധിച്ചുള്ള പാർട്ടുകളാണ്. അപ്പോൾ നമ്മുടെ കൈ ജസ്റ്റ് ഇങ്ങനെ ആദ്യം എടുത്തു, പിന്നെ നമുക്ക് കൈ പൊക്കാം, അപ്പോൾ കാലാ കൂടെ പൊക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ള രീതിയിലാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ജസ്റ്റ് കൈ നോക്കി പിടിക്കുക, എന്നിട്ട് നേരെ നമ്മളെ കൈ തിരിക്കുക. 1 2 3 4 5 6. അതിട്ട് അപ്പോൾ കൈക്ക് ഇവിടെ ഒരു ടൈറ്റ് വരും. അന്നേരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ രണ്ടും ഈ ഷോൾഡർ ഒന്ന് അയച്ചു കൊടുക്കുക. തല നിവർന്നിരിക്കണം. വീണ്ടും ഇവിടെ 1 2 3 4 5 അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നമ്മളിങ്ങനെ പുറത്ത് തൊടുക. 1 2 3 4 5. പിന്നെ മുന്നോട്ട് പുറകോട്ട് നമ്മളിങ്ങനെ കൈകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും. 1 2 3 4 5. പിന്നെ ജസ്റ്റ് അടുത്തെന്ന് നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുക. മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് കൈ അയച്ചിട്ടിട്ട് 1 2 3 4 5. അപ്പം നിങ്ങൾക്ക് കൈ കെട്ടാൻ പറ്റില്ല, ചുമ്മാ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ കാല് നോക്കണം. നോർത്തിട്ട് കൈ കൂപ്പി പിടിച്ച പോലെ പിടിച്ചിട്ട് 1 2 3 4 5. വീണ്ടും തിരിച്ച് 1 2 3 4 5. ഇത് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ചെയ്യുക, നടക്കുക. നമുക്ക് എങ്ങനെ വേണ്ടത് നടക്കാം. നിങ്ങൾക്ക് നേരെ നമ്മൾ കാല് പോക്കി ഇവിടെ തന്നെ ഇത് ചെയ്യുക. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നിന്നു കാലിങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കുക. 1 2 3. അടുത്ത് നമ്മൾ കാലം നടത്തി വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചു മുട്ട് മടക്കി നിലത്ത് തൊടും. 1 2 3 4 5. ഇതൊക്കെ പിന്നീട് എണ്ണം കൂട്ടി ചെയ്യാവുന്നതാണ്. അപ്പം മുട്ട് മടങ്ങാത്തവര് ഇപ്പം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. നെക്സ്റ്റ് സിറ്റപ്പ് ആണ്. സിറ്റപ്പിന്റെ 2 വേർഷൻ ഉണ്ടാവും. സിറ്റപ്പ് നെക്സ്റ്റ് സിറ്റപ്പ് 2 സംഭവമുണ്ട്. ഒന്ന് നമുക്ക് നേരെ എന്നിട്ട് പതുക്കെ മുട്ട് മടക്കി നിങ്ങൾ പഠിക്കുക. അപ്പോൾ കൈ നിവർന്നിരിക്കണം, നേരെ ആയിരിക്കണം. പിന്നീട് നമുക്ക് നന്നായിട്ട് ഇരുന്ന് ചെയ്യാവുന്ന. ഒരിക്കലും സിറ്റപ്പ് ചെയ്യുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞു വരാതിരിക്കുക. നേരെ നിവർന്ന് തന്നെ ചെയ്യാമെന്ന് നോക്കുക. പറ്റുന്നത് ചെയ്താൽ മതി, ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. നെക്സ്റ്റ് കൈ നിവർത്തി പിടിച്ചു, കാലൊന്ന് അടുപ്പിച്ച് വെക്കുക. 1 2 3 4. ഇത് ചെയ്യാം. ജസ്റ്റ് അതിലൊന്ന് കാലിനെ റിലീസ് ചെയ്ത് വിടുക. നമ്മൾ ഒന്ന് ചാടി ഈ കാലിൽ തൊട്ട് 2 3 4 5 6. ഇത് ചെയ്യുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഓടിയിട്ട് ഈ ക്രോസ് ചെയ്യും. ഇപ്പുറം ക്രോസ് ചെയ്യുക, അപ്പുറം ക്രോസ് ചെയ്യുക, ഇപ്പുറം ക്രോസ് ചെയ്യുക. വീണ്ടും ഒന്ന് ജോഗിങ് ചെയ്യുക. കാലൊന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് അയച്ചെടുക്കുക. 1 2 3. ഇനി ഒരു സ്ട്രെച്ചിങ് ചെയ്യാം. നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മുട്ട് മടക്കി ചെയ്യാം, മുട്ട് മടക്കാതെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ട് പെയിൻ ഉള്ളവർ ഇത്ര മടക്കണ്ട, നേരെ നിവർന്നിട്ട് മുട്ട് നിവർത്തിയിട്ട് തലമേലോട്ട് വെച്ചാൽ മതി. മുട്ട് പെയിൻ ഇല്ലാത്തവർ മുട്ട് മടക്കിയിട്ട് തല ഇങ്ങനെ വെക്കുക. പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ പിടിച്ച് ബോഡി ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൽ തൊടാവും നോക്കുക. 1 2 3 4 5 6. ചുമ്മാ ഒന്ന് ബോഡി അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഭിത്തിയിൽ നിന്ന് കൈ പിടിച്ച് നിങ്ങൾ എന്നിട്ട് ഈ ഭിത്തിയിൽ ടച്ച് ചെയ്തിട്ട് തന്നെ കാലിങ്ങനെ 1 2 3 4. അത് ചെയ്തു. പിന്നെ അതുപോലെ 1 2 3 4. ഇത് ചെയ്യുക. പിന്നെ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്യണം. 1 2 3 4. ഇത് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കാല് മുന്നോട്ട് നാട്ടുക. 1 2 3. എന്നിട്ട് ഈ കാലെ തൊടാവുന്നു. 5 6. അത് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇവിടെ പെയിൻ വരും. ജസ്റ്റ് കാല് നോക്കി ഇവിടെ കൊട്ടി
മുട്ട് ശരിക്കും ഇങ്ങനെ ഒന്ന് മടക്കും തട്ടും ചെയ്തു. നമ്മൾ ഭിത്തിയിലോട്ട് നിന്നിട്ട് കാല് പോകണം, നേരെ വിരല് മുപ്പറ്റി പൊക്കുക, താത്തുക ചെയ്യുക, തല നേരെ തന്നെ പിടിക്കുക. ഇനി അപ്പുറത്തെ സൈഡ് ഇത് തന്നെ ചെയ്യുക. നേരെ 1 2 3 4 1 2 3 4. ഇനി രണ്ടും കൂടെ കോംബോ ആയിട്ട് ചെയ്യുക. 1 2 3 4 5 6. ഇനി കാലാട്ടുക. 1 2 3 നേരെ 1 2 3. അടുത്തത് നേരെ ഇങ്ങനെ നിൽക്കുക. ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യാവുന്ന നോക്കുക. 1 2 3 4 5 6. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി ജസ്റ്റ് കറക്റ്റ് ആവുന്നതാണ്. കൈ അടുപ്പിച്ച് പിടിച്ച് ചെയ്യുന്നത്. നമുക്ക് കൈ അകത്ത് ചെയ്യുമ്പോൾ ഫുൾ ബോഡി അതിന് കറക്റ്റ് ആവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പതുക്കെ കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും മടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം, കൂൾ ഡൗൺ. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. കൈ ഇവിടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇനി നമ്മൾ കൈ ഇവിടെ പിടിക്കും, ഒന്ന് ടച്ച് ചെയ്തു, ഇവിടെ പിടിച്ചു, കാല് കൈ ഊപ്പി, എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കുക. 1 തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുക, കാലിൽ നിന്ന് എടുത്ത് പിടിക്കാവുള്ളൂ. ഇതൊക്കെ പറ്റില്ലെങ്കിൽ നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിട്ട് ജസ്റ്റ് കാല് പിടിക്കും. അപ്പൊ പറ്റാവുന്നവർക്ക് നേരെ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇനി ഇരിക്കുക എല്ലാവരും ഇരുന്നിട്ട്. ഇപ്പൊ ഷൂ ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് സ്റ്റിച്ചിങ്ങിനൊക്കെ പാടാണ്, ഷൂ മാറ്റിക്കോ. ആദ്യത്തെ വർക്കൗട്ടിനൊക്കെ ഷൂ നല്ലതാണ്. എന്നിട്ട് കാലിങ്ങനെ രണ്ടുകൂടെ കൂട്ടിപ്പിടിക്കുക, എന്നിട്ടൊന്ന് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമുക്ക് കഴിയുന്നത്ര ടൈം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറ്റാത്തവരാണെങ്കിൽ കാല് മടങ്ങില്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഇവിടെ പിടിച്ചിട്ട് ബോഡി ഫുള്ളൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ കാലിൻ്റെ ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇങ്ങനെ പിടിച്ചു, മുന്നോട്ട് നമ്മൾ കൈ ഇങ്ങനെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൊടുക്കുക. 1 2 3. ഇനി ജസ്റ്റ് കൈ പുറകെ ടച്ച് ചെയ്തിട്ട് 1 2 3 4. ഇനി നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുക, ഇവിടെ കൈ കൊടുക്കുക. 1 2 3 4. ഇനി ഓരോ കാര്യം പതിക്കാവുന്നു. 1. ഇതൊക്കെ പതുക്കെ നമുക്ക് ഫുള്ള് കാര്യങ്ങൾ ഓക്കെ ആവുള്ളൂ. നേരെ ഇരിക്കുക, എന്നിട്ട് നടുക്കൊന്ന് താത്തിയിട്ട് കാലിൽ ഇച്ചിരി പിടിക്കുക, കാലൊന്ന് അയച്ചു കൊടുക്കുക, മുന്നോട്ട് പുറകെ ഒരു റൊട്ടേഷൻ, ഒരു ബട്ടർഫ്ലൈ കൂടെ നമ്മൾ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലാക്സ് ചെയ്യുക, ബോഡി ഒന്ന് പുറകോട്ട് വരച്ച് പിടിക്കുക. ഇത് നമ്മൾ ഏറ്റിട്ട് നിങ്ങൾക്ക് പുറത്തിന് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ പൊക്കി നിങ്ങൾ മുന്നോട്ട് നടക്കുക. അത് തിരിയാതെ നിങ്ങൾ പുറകോട്ട് നടക്കണം. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യുക. അപ്പോൾ പല നടുവേദനയും പുറംവേദനയൊക്കെ നമ്മുടെ ബോഡിയുടെ സ്ട്രെച്ചിങ്, പൊസിഷൻ വ്യത്യാസം, സ്ട്രക്ചറിൻ്റെ ഇഷ്യൂ കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ തന്നെ നോർമലായി ഓക്കെ ആവുന്നതാണ്. അപ്പോൾ ഇതൊരു സെക്ഷനാണ്. നെക്സ്റ്റ് സെക്ഷൻ വേറെയാണ്. അപ്പോൾ താങ്ക് യു.